ഹായ് ഓൾ. ഇന്ന് നമുക്ക് ഒരുപാട് പച്ചക്കറികൾ കൊണ്ട് ഒരു തീയൽ ഉണ്ടാക്കിയാലോ? പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ അധികം വരുന്ന പച്ചക്കറികളോട് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു തീയൽ ഉണ്ടാക്കാം. ഞാൻ 2 കളറിലുള്ള ബ്രിഞ്ചാൾ, സവോള, മുരിങ്ങക്കായ, പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തീയലിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് തേങ്ങ വറുത്തെടുക്കുക എന്നുള്ളത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ചെറിയ തീയിലിട്ട്, തീയലിന് നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ചെറിയ തീയിലിട്ട് തന്നെ വറക്കണം. അത് കരിച്ചെടുത്ത് കഴിഞ്ഞാൽ കരിയുടെ ചൊവ്വ, അത് ടേസ്റ്റ് വേറെ വരും. അതൊരിക്കലും ആ തീയലിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ചെറിയ തീയിലിട്ടല്ല, മീഡിയം തീയിലിട്ട് ഇളക്കി 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 തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറിൽ ആക്കണം. ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും, തീയലിന് ഏറ്റവും ടേസ്റ്റ് തരുന്നതാണ് ഈ കൊച്ചുള്ളി നമ്മുടെ തേങ്ങ ഒരു പകുതി പരുവാകുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി അത് തേങ്ങയുടെ കൂടെ കിടന്ന് അത് വഴന്നു വരണം. ഇനി നമുക്ക് വറ്റൽമുളകും മല്ലിയും നമ്മൾ വറുത്ത് അരച്ചെടുക്കുകയാണ്. പൊടിച്ചല്ല, അരച്ചെടുക്കുകയാണ്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ പൊടി ഇടുന്നതിലും നല്ലത് നമുക്കിങ്ങനെ വറുത്തരച്ചെടുക്കുന്നതാണ്. ഇനി നമുക്ക് തേങ്ങയും ആ മുളകും മല്ലിയും എല്ലാം കൂടെ നല്ലതുപോലെ അരച്ചെടുക്കണം. അതിനു മുമ്പ് നമുക്കൊരു പാത്രം വെച്ചിട്ട് കുറച്ച് കടുക് അതിലേക്കിട്ടു. ഇനി നമ്മുടെ സവോള അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സവോള ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് മറ്റ് പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിത് നല്ലതുപോലെ വഴന്ന് കിട്ടും. എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല നല്ല വീഡിയോകൾ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വഴലാനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേന് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മങ്ങി വന്നപ്പോഴത്തേന് നമുക്ക് അടുത്ത പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. അതിനകത്തും ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുന്നതിനകത്തും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്തും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഓരോ പച്ചക്കറികളായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. അത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മറ്റ് പച്ചക്കറികളെല്ലാം 1 by 1 ആയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൂടുതൽ സമയമൊന്നും ഇളക്കിയിട്ടല്ല ഇടുന്നത്. ഇതൊന്ന് ഇളക്കി ആ എണ്ണയൊക്കെ അതിലൊന്ന് പിടിക്കുമ്പോഴത്തേനാണ് അടുത്ത പച്ചക്കറി ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിലുള്ള തീയലാണെങ്കിൽ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മുരിങ്ങക്കായനെ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി എണ്ണയെല്ലാം അതിലൊന്ന് പിടിച്ചൊന്ന് ചെറിയ ചൂടാകുമ്പോഴത്തേന് നമുക്ക് ബാക്കി പച്ചക്കറികളൂടെ ഇട്ട് കൊടുക്കാം. തീയൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പച്ചക്കറികളൊന്നും വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്, എണ്ണയിൽ തന്നെ. എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. എണ്ണയിൽ തന്നെ ഇത് വഴന്ന് വെന്ത് വരണം. കുറച്ച് എണ്ണ മതി, പക്ഷെ തീ കുറച്ച് വയ്ക്കണം. തീ കൂട്ടി വെച്ചാൽ നമുക്ക് ഒരുപാട് എണ്ണയും വേണം, ഇത് അടുക്കി പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് വേവുള്ള സാധനങ്ങളാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ വഴുതനങ്ങയും തക്കാളി. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വെന്തെന്ന് അർത്ഥം. കാരണം വേവ് കൂടുതലുള്ളത് ഉരുളക്കിഴങ്ങിനാണല്ലോ. അത് കിടന്ന് വഴന്നോട്ടെ. ഈ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തതെന്ന് നോക്കുന്നതിന് ആ ഉരുളക്കിഴങ്ങിനെ നമ്മൾ ആ സ്പാച്ചില വെച്ച് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. അത് പൊട്ടി നല്ല വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ പച്ചക്കറികളും വെന്തു. തേങ്ങ നമുക്ക് നല്ലതുപോലെ മെഴുകുപോലെ അരച്ചെടുക്കുക എന്ന് പറയില്ല, ആ രീതിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതിന് ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ആദ്യം ഇത് നല്ലതുപോലെ അരയ്ക്കുന്ന ഇതിലിട്ടിട്ട് ഒന്ന് കറക്കി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരയാൻ മാത്രം വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. അങ്ങനെ അരച്ചെടുത്തിട്ട് ഈ എല്ലാ കഷ്ണത്തിലോട്ടും നമുക്ക് ഈ അരപ്പിട്ട് കൊടുത്തു. ഇനി ആ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പച്ചക്കറി ഇനിയും ഈ അരപ്പിനകത്ത് കിടന്നാണ് വേകേണ്ടത്. പാതി വേവ്, ഒരു 1/4 ഭാഗം വേവ് നമ്മൾ എണ്ണയിൽ വഴന്ന് വെന്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറിയുടെ മസാലയും പച്ചക്കറി എല്ലാം ഈ ഗ്രേവിയിൽ കിടന്ന് വെന്ത് ആ കഷ്ണത്തിലെല്ലാം ഇത് നല്ലതുപോലെ പിടിക്കും.
നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മുളകും മല്ലിയൊക്കെ നമ്മൾ തന്നെ വറുത്തരച്ചത് കൊണ്ടായതുകൊണ്ട് ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് യോജിപ്പിച്ച് ഇതൊന്ന് തിക്ക് ഗ്രേവി ആകും വരെ ഇത് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് എടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ തീയൽ തിക്കായി വരുന്നുണ്ട്. ഇനിയും അത് തിക്കായിട്ട് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരും. ആ പരുവത്തിൽ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യണം. എനിക്ക് അറിയാമെങ്കിലും ഞാൻ പറയുകയാണ്, തീയലിന് നമ്മൾ മസാല ചേർക്കത്തില്ല. മസാല ചേർത്ത് കഴിഞ്ഞാൽ അത് മസാലക്കറിയായി പോവും. മസാല ഇല്ലേ പോലും കൊച്ചുള്ളിയും നമ്മുടെ തേങ്ങ വറുത്തതും മല്ലിയും മുളകും എല്ലാം കൂടെ അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്, നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.